1983 ജൂൺ മാസം എൻ്റെ പോസ്റ്റിംഗ് ട്രാൻസ്ഫർ വന്നു ലഡാക്കിലേക്ക്. ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്തിരുന്നു, അപേക്ഷിച്ചിരുന്നു. എനിക്ക് ട്രിവാൻഡ്രത്തൊരു പോസ്റ്റിംഗ് തരണം. കാര്യം എൻ്റെ മാതാവിന് ഒരു ബ്രെയിൻ സർജറി കഴിഞ്ഞ് ഹെമിപ്ലീജി, അതായത് ഒരു സൈഡ് തളർന്നിട്ട് വീട്ടിലാണ്. എനിക്ക് ദയവായിട്ട് ട്രിവാൻഡ്രത്ത് പോസ്റ്റിംഗ് തരണം, അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ആർമി ഹെഡ് ക്വാർട്ടറിൽ അപ്ലൈ ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയാൻ വയ്യ, എനിക്ക് പോസ്റ്റിംഗ് വന്ന് കിട്ടിയത് ജസ്റ്റ് ഓപ്പോസിറ്റ്, ഏറ്റവും താഴത്തിന് പകരം ഏറ്റവും മേലിൽ ലഡാക്കിലാണ് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. ഞാൻ അവിടുത്തെ ഒരു യൂണിറ്റിലായിരുന്നു. ആ ഇടയ്ക്കാണ് സിയാച്ചിൻ ഗ്ലേഷ്യറിലേക്കുള്ള നമ്മളുടെ പ്രയാണം തുടങ്ങുന്നത്, ഇന്ത്യൻ ആർമിയുടെ പ്രയാണം തുടങ്ങുന്നത്. അന്ന് ഞാൻ ക്യാപ്റ്റനാണ്, യങ് ക്യാപ്റ്റൻ, നല്ല ജോഷും, എന്തും ചെയ്യാൻ മടിയില്ല, എവിടെയും പോകാം, കൊല്ലാം, മരിക്കാം, എല്ലാത്തിനും തയ്യാർ. അന്നേരമാണ് ഞങ്ങളുടെ ഡിവിഷൻ 3 ഡിവിഷനിൽ, അതായത് ലേയിലുള്ള ലഡാക്കിലുള്ള ഡിവിഷനിലൊരു ലെറ്റർ വന്നു, വോളണ്ടിയേഴ്സ് വേണം ഹൈ റിസ്ക് മിഷൻ കാഡറിന് വേണ്ടി. ഞാൻ പേര് കൊടുത്തു, സെലക്റ്റായി. എന്നെ ട്രെയിനിങ്ങിന് വിട്ടു ദർബുക്ക്, ഇപ്പോൾ നമ്മൾ ഗൽവാൻ വാലി എന്നൊക്കെ കേട്ട ആ സ്ഥലത്തേക്ക് ട്രെയിനിങ്ങിന് പോയി. അവിടെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ 3 മാസം എന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഞാൻ മേയിൽ എക്സസൈസ് മേഘ്ദൂത് എന്ന പേരിൽ ടാസ്ക് ഫോഴ്സ് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ലോജിസ്റ്റിക്സിന് വേണ്ടി ഞാൻ ക്യാപ്റ്റൻ ചാക്കോയെ എന്നെ വിട്ടു. ഇനി സിയാച്ചിൻ ഗ്ലേഷ്യറിൻ്റെ പ്രസക്തി കൂടി നാം മനസ്സിലാക്കണം. ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ബോർഡർ തുടങ്ങുന്നത് ഗുജറാത്തിൽ നിന്നാണ്. ഗുജറാത്തിൽ നിന്നും ജമ്മുവിലെ അഖ്നൂർ വരെ ഇൻ്റർനാഷണൽ ബൗണ്ടറിയാണ്. ഗുജറാത്തിൽ സർ ക്രീക്കിലൊരു 10-80 കിലോമീറ്ററിൽ നമുക്ക് ഡിസ്പ്യൂട്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ബാക്കിയെല്ലാം വളരെ വ്യക്തമായി മാപ്പിൽ 2 രാജ്യങ്ങളും സമ്മതിച്ച് ഒപ്പിട്ടിട്ടുള്ള ബൗണ്ടറിയാണ് ഇൻ്റർനാഷണൽ ബൗണ്ടറി. അത് ലോകത്തെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയും എഗ്രി ചെയ്യുകയും സമ്മതിക്കുകയും മറ്റുള്ള രാഷ്ട്രങ്ങൾ സമ്മതിച്ചതാണ്. അഖ്നൂർ മുതൽ NJ-9842, അതായത് അങ്ങ് മേലൊരു മൗണ്ടൻ പീസ്, ഒരു മലമുകളിലൊരു പോയിൻ്റാണിത്, അതുവരെ ലൈൻ ഓഫ് കൺട്രോളാണ്. അത് ജമ്മു കാശ്മീർ, അത് മേലോട്ട് പോയി കാശ്മീരിൻ്റെ അങ്ങ് ചൈനയുടെ അടുത്തെത്തുമ്പോഴാണ് ഇത് നിൽക്കുന്നത്. ഇത് ലൈൻ ഓഫ് കൺട്രോൾ. ഇത് 47-ൽ 48 ആ യുദ്ധം, 47-48 യുദ്ധം കഴിഞ്ഞ് ഇത് സീസ് ഫയർ ലൈനായിട്ട്, അതായത് എവിടെ വെച്ച് വെടി നിർത്തിയോ അതായിരുന്നു ലൈൻ. പിന്നെ 71-ലെ യുദ്ധം കഴിഞ്ഞപ്പോൾ ഇതിനെ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പേര് കൊടുത്ത് അത് നമ്മൾ വെച്ചു. ഇപ്പോഴും അത് ഡിസ്പ്യൂട്ടാണ്, IB ആയിട്ടില്ല. അതിന് മേലോട്ടുള്ള സ്ഥലം ആക്ച്വൽ ഗ്രൗണ്ട് പൊസിഷൻ ലൈൻ, അതായത് AGPL എന്ന് പറയും. അതൊക്കെ വരുന്നത് സിയാച്ചിൻ ഏരിയയിലാണ്. അവിടെ ഇപ്പോഴും ആരിരിക്കുന്നു അത് അവരുടെയാണ് ആ സ്ഥലം. അതാണ് ആ കൺസെപ്റ്റ്. ഈ ഇടയ്ക്ക് ആ സമയത്ത് 81-82 കേണൽ നരേന്ദ്ര ബുൾ കുമാർ, അതായത് ബുള്ളെന്ന് പറയുന്നത് നമ്മുടെ ചുരുക്കൻ കാള എന്നുള്ളതാണ്. അദ്ദേഹം അത്ര സ്റ്റൗട്ടായിട്ടുള്ള മനുഷ്യൻ, ഭയങ്കര സ്ട്രോങ് ഒരു മനുഷ്യനാണ്. പേര് കേട്ട മൗണ്ടൻ എക്സ്പെഡിഷൻ, എന്താ പറഞ്ഞാൽ മല കയറുന്ന മനുഷ്യനാണ്, ഒത്തിരി അവാർഡൊക്കെ വാങ്ങിച്ച മനുഷ്യനാണ്. അദ്ദേഹം ഈ സിയാച്ചിൻ ഏരിയയിൽ പോയിട്ട് റെക്കഗ്നൈസ് നോക്കുകയും അതിൻ്റെ മാപ്പ് ഉണ്ടാക്കുകയും ഓരോന്ന് മാർക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുള്ള ഫോറിനിൽ നിന്ന് വന്ന ആൾക്കാരിൽ നിന്ന് അദ്ദേഹം അറിഞ്ഞു പാകിസ്ഥാൻ ഈ ഏരിയയിലേക്ക് ഫോറിൻ ആൾക്കാർക്ക് എക്സ്പെഡീഷന് വേണ്ടി പെർമിറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന്. അതിൻ്റെ അർത്ഥം സിയാച്ചിൻ അവർ വന്നാൽ അവർക്കും ക്ലെയിം ചെയ്യാം, നമ്മൾ വന്നാൽ നമുക്കും ക്ലെയിം ചെയ്യാം. അന്നേരമാണ് ഇന്ത്യയുടെ റിസർച്ച് അനാലിസിസ് വിങ്ങിൻ്റെ ഒരു മെസ്സേജ് കിട്ടുന്നത്, സ്വീഡനിൽ നിന്ന് സ്വിറ്റ്സർലൻഡിൽ നിന്ന് പാകിസ്ഥാൻ ഒരു വലിയൊരു കൺസൈൻമെൻറ്റ് എക്സ്ട്രീം ക്ലൈമറ്റ് ക്ലോത്തിങ്, അതായത് ഈ അതിശീത സ്ഥലത്ത് താമസിക്കാനുള്ള സാധനങ്ങൾക്ക് വലിയ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് സെപ്റ്റംബർ 1983 മുമ്പ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയുള്ള ടൈമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാർ തലമുകഞ്ഞ് അന്വേഷിക്കാൻ തുടങ്ങി, എന്തായിരിക്കും കാരണം. നമ്മൾ മനസ്സിലായി പാകിസ്ഥാൻ ആർമി സിയാച്ചിൻ ഗ്ലേഷ്യർ
ഇന്ത്യക്കാർ വരുന്നതിന് മുമ്പേ തന്നെ അത് പിടിച്ചെടുക്കാനും അവിടെ താമസിക്കാനുമുള്ള പുറപ്പാടാണെന്ന്. അവരുടെ സൈഡിൽ നിന്ന് വളരെ എളുപ്പമാണ് അങ്ങോട്ട് വരാൻ, നമുക്കാണ് പ്രയാസം. ഇന്ത്യ ഉടനെ തന്നെ ഈ പറഞ്ഞ കൺസൈൻമെൻറ്റ് തയ്യാറായത് മൊത്തം ഇന്ത്യ വില കൊടുത്ത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന്, അത് ഞാനാണത് മെയിലിൽ കൊണ്ടു കൊടുത്തതും വെച്ചതൊക്കെ. ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂടാണ് ഞാൻ മെയിലിൽ പോയത്. അപ്പം മെയ് തൊട്ട്, ഇപ്പോൾ പാകിസ്ഥാൻ വരാനിരുന്നത് ഒക്ടോബറിലാണ്. അപ്പം നമ്മൾ മെയിലേ പോയി അവിടെ തമ്പടിച്ചു. പാകിസ്ഥാൻ ആർമി അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മളുടെ ബേസ് ക്യാമ്പ് തയ്യാറായി. ഓരോ ബെല്ലഫോണില അവിടെ ഓരോ പാസിൻ്റെയും ഉള്ള സ്ഥലങ്ങൾ നമ്മൾ ആൾക്കാർ സ്ഥലം പിടിച്ചു കഴിഞ്ഞു. അത് പിന്നെ സമയത്ത് യുദ്ധം നടന്ന കാര്യങ്ങൾ. സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കാണുന്ന പോലൊരു സ്ഥലമല്ല. ഇത് മനസ്സിലാക്കേണ്ടത് എല്ലാം മൊത്തം ഐസിൻ്റെ മേലിലാണ്. അത് വലിയൊരു മഞ്ഞ് കട്ടയുടെ മേലിൽ നാം എങ്ങനെ താമസിക്കുന്നു എന്ന് കരുതിയാൽ ഒരു പക്ഷേ അതിൻ്റെ ഒരു കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാകും. അവിടെ വെള്ളമില്ല, അവിടെ പച്ച കളറില്ല, എല്ലാം വെള്ളമില്ലാത്ത വെള്ളം. അപ്പോൾ വെള്ളം വേണമെങ്കിൽ ഈ ഐസ് നമ്മൾ പൊട്ടിച്ച് ഒരു പാത്രത്തിലിട്ട് ഉരുക്കി അത് മണ്ണ് കാണും, പിന്നെ അത് നമ്മളത് ആക്കി കുടിക്കണം. അപ്പം പട്ടാളക്കാരുണ്ട്. പിന്നെ എല്ലാവരും ടെൻറ്റിലാണ്. കുളി എന്നൊക്കെ പറയുന്നത് കുളിക്കത്തില്ല. പക്ഷെ നമ്മൾ കേരളക്കാരനായതുകൊണ്ട് രാവിലെ കുളിച്ചില്ലെങ്കിൽ വിമിഷ്ടം വരുന്നതുകൊണ്ട് ഞാൻ ആദ്യത്തെ 2 ദിവസം കുളിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഈ വെള്ളം നമ്മൾ ചൂടാക്കും, വലിയൊരു സാധനത്തിന് വേണ്ടി ചൂടാക്കും. ടെൻറ്റിന് പോയിട്ട് പുറത്ത് -15 -30 ഡിഗ്രിയൊക്കെ, കാറ്റടിക്കുകയാണെങ്കിൽ -40 -45. അപ്പം ഈ അങ്ങോട്ട് പോവും. അപ്പം ഈ തുണി ഊരിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് തണുക്കും. അപ്പം നമ്മൾ ഈ വെള്ളം ചൂടെടുത്ത് ഒഴിക്കും. നമ്മൾ ചൂടറിയത്തില്ല. ചൂടറിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ദേഹത്തെല്ലാം ഇങ്ങനെ പപ്പടം പൊള്ളുന്ന പോലെ പൊള്ളാൻ തുടങ്ങും. ഇത് 1-2 ദിവസമായപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കാണിക്കുന്ന ശുദ്ധ മണ്ടത്തരമാണ്. പിന്നെ കുളി നിർത്തി, പിന്നെ ഷേവ് നിർത്തി, താടിയൊക്കെ വളർത്തി ആ ഒരു സമയമാണ്. പിന്നെ ആഹാരം അന്ന് ഇപ്പം കുറച്ചുകൂടെയൊക്കെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ അവിടെ ബൈ എയർ ഹെലികോപ്റ്റർ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. അന്നതൊന്നുമില്ല. ഞങ്ങൾ കഴിക്കുന്നതെല്ലാം ടിന്നിൽ കൊണ്ടുപോയി. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പൊട്ടറ്റോ, അതായത് നമ്മുടെ ഉരുളൻകിഴങ്ങ് പോലും തിന്നി വരും. പിന്നെ ബാക്കി കൊണ്ടുവരുന്നതെല്ലാം മുട്ട കല്ല് പോലാണ് ഇരിക്കുന്നത്. വിശ്വസിക്കാനൊക്കത്തില്ല ഈ മുട്ടയ്ക്ക് ഇത്രയും ശക്തിയുണ്ടോ എന്ന്. അതുകൊണ്ട് മുട്ടയുടെ പൗഡർ ടിന്നി വരുമായിരുന്നു. അതൊക്കെയാണ് കഴിക്കുന്നത്. പിന്നൊരു ഗുണം, അവിടെ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം കഴിയും പിന്നെ വിശപ്പില്ല, നമുക്ക് വിശക്കത്തില്ല. അവർ ചോക്ലേറ്റ് ഇഷ്ടം പോലെ തരും. ചോക്ലേറ്റ്, ഡ്രൈ ഫ്രൂട്ട്, ജ്യൂസസൊക്കെ വരും. ജ്യൂസൊക്കെ കല്ല് പോലെ ഇരിക്കും. അതിന് ഈ വെള്ളം ചൂടാക്കുന്നതിനകത്തോട്ട് ജ്യൂസ് ഇടും, അത് ചിലർ കുടിക്കും. അവിടെ വരുന്ന എല്ലാവർക്കും വിത്തിൻ 1 മാസം കൊണ്ടൊരു 10 അല്ലെങ്കിൽ 15% ബോഡി വെയ്റ്റ് കുറഞ്ഞിരിക്കും. ഒന്നും ചെയ്യണ്ട. അതുപോലെ ഭയങ്കര ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ശ്വാസം വലിക്കാൻ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവം. പിന്നെ കൈ പുറത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. ആദ്യമേ നമുക്കൊരു കൊച്ചൊരു പെരുപ്പ് പോലെ വരും, പിന്നെ ഒരു നീല കളർ വരും. അപ്പോൾ മനസ്സിലായിക്കോണം ഇത് പ്രശ്നമാണെന്ന്. ഉടനെ ഗ്ലൗസ് ഇടണം. അല്ല നമ്മൾ കെയർ എടുത്തില്ലെങ്കിൽ ആദ്യമേ ചിൽ ബ്ലെയിൻസ് വരും, പിന്നെ ഫ്രോസ്റ്റ് ബൈറ്റ് ആകും. മുറിച്ച് കളയുന്നതേ ഉള്ളൂ മാർഗം. അങ്ങനെ പലരുടെയും കൈയൊക്കെ പോവും. പിന്നെ ഈ ഭാഗം, മൂക്കിൻ്റെ ഈ ഭാഗം, ചെവിയുടെ ഭാഗമൊക്കെ നമ്മൾ എപ്പോഴും കവർ ചെയ്തില്ലെങ്കിൽ ഈ തണുപ്പ് കാരണം ഇവിടുത്തെ ബ്ലഡ് സപ്ലൈ പോയിട്ട് ആക്ച്വലി ഒടിയും ചെവിയൊക്കെ. ഇതൊക്കെ പറയുമ്പം പലരും വിചാരിക്കും പട്ടാളൊക്കെ, പക്ഷെ ഇതൊക്കെയാണ് ആക്ച്വൽസ്. പിന്നെ ഒത്തിരി ബ്രെയിനിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് ഓക്സിജൻ ഒത്തിരി കുറവാണ് അവിടെ. അപ്പോൾ നമ്മളുടെ നമ്മൾ ആലോചിക്കുന്നതിന് പല വ്യത്യാസം. പലർക്കും ഒരു ഡിലൂഷൻ പോലൊക്കെ വരും, അവിടെ ആൾ നിൽക്കുന്നതെന്ന് തോന്നും. ഒന്ന് പിന്നെ ഫയറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പല പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് സിയാച്ചിൻ. നമ്മൾ പോയി അടിക്കുക, കയറുക, പിടിക്കുക എന്നൊക്കെ ഇവിടുന്നൊക്കെ പറയാൻ എളുപ്പമാണ്. ഒരു സ്റ്റെപ്പ് എടുക്കുമ്പം നമ്മൾ അയക്കുന്നത് നമുക്കറിയാം. നമ്മുടെ ഹൃദയം ഇങ്ങനെ ഈ മലമുകളിൽ കയറുന്ന വണ്ടി ലോഡ് വെച്ച് കയറി ഇങ്ങനെ ഫസ്റ്റ് കയറി പോയിട്ട് പോകുന്ന പോലെയാണ് നമ്മളവിടെ മനുഷ്യൻ്റെ ഓരോ കിലോയും നമ്മൾ വെയിറ്റ് എടുത്തുകൊണ്ട് പോയേ ഒക്കൂ. അതിൻ്റെ ഭാരം, ഈ 1 കിലോയുടെ ഭാരം നമുക്ക് ശരിക്കും അറിയാൻ നോക്കും. അവിടെയാണ് സിയാച്ചിൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് വളരെ സന്തോഷമായിട്ട് ഞാൻ വണ്ടിയിൽ കയറി
ലേയിൽ എൻ്റെ ബേസിലേക്ക് വരികയാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്ന് 4 പട്ടാളക്കാരുണ്ട്, എൻ്റെ കൂടെ തന്നെയുള്ള, എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വന്ന ഒരു സുബേദാർ ഉണ്ട്, ഒരു ഹവിൽദാറുണ്ട്, ഒരു പട്ടാളക്കാരനുണ്ട്, ഒരു നായക്കുണ്ട്, പിന്നെ ഒരു ഡോക്ടറുമുണ്ട്. അപ്പോൾ ഞാനാണ് മുമ്പിലിരിക്കുന്ന, ഈ ബാക്കിയുള്ളവരും പുറകിൽ, ഡോക്ടർ എൻ്റെ കൂടെ ഇരിപ്പുണ്ട്, ഡ്രൈവറുണ്ട്. അപ്പോൾ ഈ സാച്ചിനിൽ നിന്ന് വന്നിട്ട് നമ്മൾ ലേയിൽ വരണമെങ്കിൽ ആദ്യമേ ക്രോസ് ചെയ്യേണ്ട പാസ്സാണ് ഖർദൂങ്ക്ല, ദി ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ഇൻ ദ വേൾഡ് എന്ന് പേര് കിട്ടിയ ആണ്. അതായത് ലോകത്തേക്കും ഏറ്റവും പൊക്കം കൂടിയ പാസ്. അപ്പോൾ അത് കൊച്ചൊരു സ്ഥലമാണ്, അതിൽ കൂടെ വണ്ടി കയറി വന്ന് വരണം, കണ്ടാൽ പേടി വരും. ഇപ്പോഴൊക്കെ റോഡ് ഒത്തിരി നന്നായി, അന്നില്ല. അന്ന് ഡ്രമ്മിൻ്റെ മേലിലൊക്കെ ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം നോർത്ത് പുള്ളു സ്ഥലത്തിൻ്റെ പേരാണ് നോർത്ത് പുള്ളു. അപ്പം അവിടെ ഒരു മിലിറ്ററിയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ പറയും, സാർ വണ്ടി പോകാം അല്ലെങ്കിൽ പോകാൻ പാടില്ല, അവിടുന്ന് വണ്ടി വരുന്നുണ്ട്, നമുക്ക് സൈഡ് കൊടുക്കാനൊക്കത്തില്ല. അപ്പം ഞാൻ വന്നു, അപ്പം ഒരു പാസ് വേണം. അപ്പം ഞാൻ എൻ്റെ പാസ് കാണിച്ചു, സാർ പൊക്കോളൂ. പക്ഷേ അവിടെ ഒരു ഡോസർ മേലിൽ പണിയുന്നുണ്ട്, ഭയങ്കര സ്നോ, ഐസ് ഫുള്ള് ഐസാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അതിങ്ങനെ ചെയ്യുന്നുണ്ട്, സൂക്ഷിച്ച് പൊക്കോണമെന്ന് പറഞ്ഞു. ചോരത്തിളപ്പാണ്, എത്രയും പെട്ടെന്ന് കുറച്ചുകൂടെ മനുഷ്യരെ കാണണം, ലേയിൽ വരണം, ഒന്ന് കുളിക്കണം. അപ്പോൾ ഞാൻ വണ്ടി കയറി. എൻ്റെ ഡ്രൈവർ ഒരു നല്ല മനുഷ്യൻ, വലിയ പ്രായമൊന്നുമില്ല, എന്നെക്കാളും 5-6 വയസ്സ് മൂത്തതായിരിക്കും. പുള്ളിക്കാരന് 8-10 വർഷം സർവീസാണ് ഡ്രൈവറായിട്ട്. അപ്പം പുള്ളിക്കാരനാണ് വണ്ടി ഓടിക്കുന്നത്, ഒരു പിക്കപ്പ് പോലത്തെ വലിയൊരു നിസാൻ വണ്ടി. അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ്. നോർത്ത് പുള്ളൂന്ന് കയറി ഖർദൂങ്ക്ലയ്ക്ക് 4 ബെൻഡിനപ്പുറം, 4-5 ബെൻഡിനപ്പുറത്ത് പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടു, എന്തോ വന്ന് വീഴുന്നത് പോലെ. പെട്ടെന്ന് നോക്കിയപ്പോൾ ഒന്നും കാണാൻ വയ്യ. സംഭവം മേലിൽ നിന്ന് ഡോസർ തെള്ളിയിട്ട് ഐസ് എല്ലാം കൂടെ ഞങ്ങളുടെ വണ്ടിയുടെ മേലിലാണ്. അപ്പോൾ അയാൾക്ക് വിളിച്ചത് കേൾക്കാൻ വയ്യ. അപ്പോൾ അയാൾ പിന്നെയും മേളിൽ നിന്ന് ഇങ്ങനെ ഐസ് ഇടുക. അപ്പോൾ നമ്മുടെ മേളിൽ ഇങ്ങനെ ഈ വണ്ടിയുടെ മേളിൽ ഐസ് വന്നുകൊണ്ടിരിക്കുക. പിന്നെ വണ്ടി അമരുന്നതറിയാം. അപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി നീ ഇവിടെ തുറക്കാൻ നോക്ക്. അപ്പം ഡോറ് തുറക്കാൻ നോക്കിയിട്ട് ഒക്കുന്നില്ല. നീ ഗ്ലാസ് തുറക്കുക. അപ്പം ഗ്ലാസ് തുറക്കാൻ ഒക്കുന്നില്ല. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അപ്പം അന്നത്തേക്ക് വണ്ടിക്കകത്തൊരു ഈ ഹാൻഡിലുണ്ട്, ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പഴയ ഒരു ഹാൻഡിലുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട് ആ ഹാൻഡിൽ കണ്ടു. അപ്പം ഞാൻ പുറകെ വിളിക്കാൻ നോക്കിയിട്ട് പുറകെ 4 പേര് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, അവിടെ തുടങ്ങാൻ നോക്കുമോ? പക്ഷേ സാബ് ഇതെല്ലാം ബ്ലോക്ക്, ഒന്നും കാണുന്നില്ല. അപ്പോഴത്തെ ആൾക്കാർക്ക് പാനിക്ക് വന്നു. അപ്പം ഞാൻ പതുക്കെ ഈ ഹാൻഡിലെടുത്ത് ഈ കണ്ണാടിക്കിട്ട് ഇടിച്ചു. ഭാഗ്യം കൊണ്ട് ആ കണ്ണാടി പൊട്ടി. ഒന്ന് തണുപ്പ് കൊണ്ടായിരിക്കാം, അത് ബ്രിട്ടിലായി, അത് ഇടിച്ച് പൊട്ടിച്ചിട്ട് അപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ ഡ്രൈവർ ആ കൂടി പാനിക്കായിട്ടിരിക്കുക. ഞാൻ പതുക്കെ കുത്തി ഒരു വലിയ കുഴി ഉണ്ടാക്കി. ഞാൻ നീ ഇറങ്ങാൻ നോക്ക്. അപ്പം അവൻ കൊന്നാൽ. അപ്പം ഞാൻ കൈയിട്ട് ഈ ഡോറ് ഇങ്ങനെ ആക്കി ഒരു കുറച്ച് സ്ഥലമുണ്ടാക്കി. പിന്നെ അവിടുന്ന് കുത്തി ഞാൻ പുറത്ത് ചാടി. ഞാൻ ചാടിയപ്പോൾ അവൻ ചാടി, മറ്റേ ഡോക്ടറും ചാടി. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, നീ ഇതിന് മേളിൽ കയറി വിളിച്ച് പറഞ്ഞു, നിർത്താൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ മേളിൽ കയറി വിളിച്ച് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഡോസറുകാരന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. അവിടുന്ന് ആൾ വന്നു. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇതിൻ്റെ മേലിൽ പുറകെ കൂടെ ചാടി കുഴി ഉണ്ടാക്കി പുറകെ പുറത്തെടുത്തു. അത് ഓർത്തോണം, ഹൈറ്റ് ഓർത്തോണം. ഖർദൂങ്ക്ലയ്ക്ക് അടുത്താണ്, 15,000-16,000 അടിയാണ്. ശ്വാസം കിട്ടുന്നില്ല. പിന്നെ കയ്യിന് തണുത്തിട്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഗ്ലൗസ് ഊരണം. എല്ലാം കുഴിച്ച് അപ്പോഴത്തേക്ക് കൈയൊക്കെ നീലിക്കാൻ തുടങ്ങി. എന്തായാലും ഈ 4 പേര് പുറത്ത് വന്നു. അപ്പോഴത്തേക്ക് ഡോസറിൻ്റെ ആൾക്കാർ താഴെ വന്നു. അവരെല്ലാം കൂടി ഇതെല്ലാം മാറ്റി വണ്ടി പുറത്താക്കണം. അപ്പോൾ ചെയിനിട്ട് ഞങ്ങൾ വണ്ടി വലിച്ചു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, സാബ് എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, നീ പുറകെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ പുറകെ ഇരുത്തി. ഈ ഡോക്ടർ എൻ്റെ സൈഡിൽ ഇരിപ്പുണ്ട്. ഞാൻ വണ്ടി എടുത്തു, സ്റ്റാർട്ടാക്കി മുമ്പോട്ട് വന്നു. കയറി മുമ്പോട്ട് വന്നപ്പോൾ അറിയുന്നത്, ഈ വണ്ടി വലിച്ച സമയത്ത് എൻ്റെ ബ്രേക്കിൻ്റെ ലൈനർ, ആ ബ്രേക്ക് ഫ്ലൂയിഡ്, അന്ന് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, അത് പൊട്ടിയായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. വണ്ടി പോയി. ഞാനിങ്ങനെ പമ്പ് ചെയ്യുമ്പം എനിക്ക് തോന്നി ബ്രേക്ക് സ്പോഞ്ചിയായി.
ബ്രേക്ക് ശരിക്കും പിടിക്കുന്നില്ല. എന്തോ അപ്പം കയറുന്നതുകൊണ്ട് എനിക്കറിയാം കയറാൻ കുഴപ്പമില്ല, മേളിൽ ചെന്ന് നിർത്താമല്ലോ. അപ്പം ഞാൻ പതുക്കെ ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇട്ട് ആരോടും ഒന്നും പറഞ്ഞില്ല, ബ്രേക്ക് ഇല്ലെന്നും പറഞ്ഞില്ല, ബ്രേക്ക് ഉണ്ടെന്നും പറഞ്ഞില്ല, മിണ്ടാതെ പതുക്കെ സ്റ്റിയറിങ് പിടിച്ച് മേലിൽ ഖർദുങ്കളയിലെത്തി. അപ്പം ആരാണ്ട് പറഞ്ഞു, സർ ഇവിടെ ശിവൻ മന്ദിരമുണ്ട്, നമുക്ക് അവിടെ കയറുന്നത് പ്രാർത്ഥിച്ചിട്ട്. ഞാൻ പറഞ്ഞു മിണ്ടാ അവിടെ ഇരിക്കുക, വണ്ടി ആളെ കൊണ്ടുപോകണം. ഞാൻ ആ ഫസ്റ്റ് ഗിയറിൽ പാട്ടൊക്കെ പാടി സ്റ്റിയറിങ് പിടിച്ച് എൻ്റെ കൈ ഹാൻഡ് ബ്രേക്കിൽ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇടാൻ വേണ്ടി ആക്സിലേറ്റർ കാല് തൊടാതെ ഞാനിങ്ങനെ പതുക്കെ പോകും. അപ്പോൾ ഇറക്കി ഉറങ്ങുമ്പം വണ്ടി സ്പീഡ് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ കൊണ്ട് സൈഡ് കയറ്റി ഈ ഐസ്, അപ്പോൾ ഐസ് വലിയ ഭിത്തി പോലെ, അപ്പോൾ തട്ടി കൊണ്ടുപോവുക. അപ്പോൾ ഈ ഡോക്ടർ സർ വണ്ടി തട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു മിണ്ടായിരിക്കും അവിടെ. പതുക്കെ കൊണ്ട് ഞാൻ സൗത്ത് പുള്ളി കൊണ്ടുവന്ന് നിർത്തി. അപ്പം സൗത്ത് പുള്ളു TCP വരണം, അവിടെ വണ്ടി നിർത്തണം. സൗത്ത് പുള്ളി എത്തിയപ്പോഴത്തേക്ക് സന്തോഷമായി, ഇനി ഇവിടെ മരിക്കത്തില്ലല്ലോ, താഴോട്ട് പോയാലും ബോഡി കിട്ടുമല്ലോ, ആൾവാസമൊക്കെ കാണാൻ പതുക്കെ. പക്ഷെ വണ്ടി നിർത്താൻ ഒക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ നമ്പർ കൊടുത്തു, പോവാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് TCPക്കാരൻ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ ഒന്നും മിണ്ടിയില്ല. പതുക്കെ വണ്ടി എടുത്ത് താഴെ കൊണ്ടുവന്ന് എൻ്റെ യൂണിറ്റ് വരെ, അതായത് ഓർത്തോണം, നോർത്ത് പുള്ളു നിന്ന് സൗത്ത് പുള്ളു വരെ 15 കിലോമീറ്ററാണ് ഈ മൗണ്ടനിൽ കൂടെ ഞാൻ വണ്ടി ബ്രേക്ക് ഇല്ലാതെ കൊണ്ടുവരുന്നത്. അവിടുന്ന് 17 കിലോമീറ്ററാണ് എൻ്റെ യൂണിറ്റ്. എൻ്റെ ഭാഗ്യത്തിന് അന്ന് ഒരു പ്രത്യേക ദിവസമായിരുന്നു. നിർഭാഗ്യമെന്ന് പറയാം, ഭാഗ്യം വേറെ ഒരു വണ്ടിയും എങ്ങും ഇല്ലായിരുന്നു. ആ ഡേറ്റാണ് 31 ഒക്ടോബർ 1984. മിസസ് ഗാന്ധിയെ വധിച്ച ദിവസമായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലായിടും അടവായി, ഒരു വണ്ടിയും വരുന്നില്ല, റോഡ് മൊത്തം കാലിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു വണ്ടിക്ക് പോലും സൈഡ് കൊടുക്കുകയോ നിർത്തുകയോ ചെയ്യേണ്ടി വന്നില്ല. ഞാൻ പതുക്കെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഗരാജിൻ്റെ മുമ്പിൽ കൊണ്ട് അതിനെ പതുക്കെ ഇങ്ങനെ ഞാൻ ആ ആക്സിലേറ്ററിൽ കാല് മാറ്റി. അപ്പോൾ ഈ പതുക്കെ വണ്ടി ഇങ്ങനെ കുലുങ്ങി നിൽക്കുന്നില്ല. എന്നിട്ട് ഇറക്കം കയറ്റമൊക്കെ അല്ലേ. ഞാൻ കൊണ്ടുവന്ന് അവിടെ ഡ്രം വെച്ചിട്ടുണ്ടായിരുന്നു, ഈ പഴയ ഇതൊക്കെ ഇട്ടിട്ടുള്ള റാഗ്സൊക്കെ ഉള്ള, അതേ കൊണ്ട് ഞാൻ തട്ടി നിർത്തി. അപ്പോഴത്തേക്ക് യൂണിറ്റിൽ നിന്ന് ചാടി ഇറങ്ങി സാബ് ഇറങ്ങി വന്നു. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ വെഹിക്കിൾ മെക്കാനിക്ക് ചാടി ഇറങ്ങി വന്നപ്പം ഞാൻ പറഞ്ഞു, ലൊക്കണ്ടേ ബ്രേക്ക് നീങ്ങിയേ. ആലോചിച്ചു, സാർ ഞാൻ പറഞ്ഞ വണ്ടിക്ക് ബ്രേക്കില്ല, അതാ കൊണ്ട് ഇടിച്ച് നിർത്തിയെന്ന് പറഞ്ഞു. ഈ ഐസിൽ വണ്ടി പുതയുന്നതോ അല്ലെങ്കിൽ മറിയുന്നതോ അല്ലെങ്കിൽ മൂടിപ്പോകുന്നതോ അത് ആദ്യമായിട്ടായിരുന്നെങ്കിലും അവസാനമല്ലായിരുന്നു. പിന്നെയും ഇതുപോലൊരു സംഭവം നടന്നു. അത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമായിരുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാർഗിൽ എൻ്റെ യൂണിറ്റ് കമാൻഡ് ചെയ്യുന്ന സമയത്താണ്. അന്നേരം ഇതുപോലെ എക്സ്പ്ലോസീവ്സ് ഇൻസ്പെക്ഷന് പോയി. അപ്പം ദറാസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ദറാസ് എന്ന് പറയുന്നത് ടൈഗർ ഹിൽ, അതായത് നമ്മൾ ശ്രീനഗറിൽ നിന്ന് കയറി വരുമ്പം സോണമാർഗ്, പിന്നെ സൊജീല, അപ്പം പിന്നെ അത് കഴിയുമ്പം ദറാസ് വരിക. അവിടെയാണ് ഈ ടൈഗർ ഹിൽ, ടോളോളിങ് എന്നൊക്കെ പണ്ട് നമ്മൾ ഫേമസ് പേര് കേട്ട സ്ഥലങ്ങൾ. അവിടെയൊക്കെ പോയി ഞാൻ തിരിച്ച് വന്ന് കാർഗിലിൽ രാത്രി തങ്ങി. പിറ്റേന്ന് രാവിലെ വണ്ടിയിൽ കയറി. അപ്പോൾ എൻ്റെ വണ്ടിയിൽ എൻ്റെ ഡ്രൈവറുണ്ട്, ഒരു ഓഫീസറുണ്ട്, ജിപ്സിയാണ്. അപ്പോൾ വണ്ടി ഹീറ്റഡാണ്, മേ ആണെങ്കിലും നല്ല തണുപ്പാണ്. പക്ഷേ ഈ കമാൻഡിങ് ഓഫീസറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ഈഗോ കൂടും, മനസ്സിലായില്ല. അപ്പം നമ്മൾ ലോകം മൊത്തവും നമ്മുടെ കീഴിലാണെന്നൊരു ഫീലിംഗ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ മനുഷ്യരുടെ ജീവനും മരണമൊക്കെ നമ്മുടെ കയ്യിലാവുന്നൊരു ഫീലിംഗ് വരുമ്പം നമുക്ക് സ്വയം നമുക്ക് എന്തും ചെയ്യാവുന്നൊരു ഫീലിംഗ് വരും. അപ്പം രാവിലെ ഇപ്പം ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, നീ പുറയിരുന്നു. അപ്പം ഡ്രൈവറുണ്ട്, ഒരു അമിനേഷൻ ഓഫീസറുണ്ട്. അയാളായിരുന്നു ഒരു മിസൈലിൻ്റെ പ്രശ്നം വന്നിട്ട് പോയത് ഞങ്ങൾ. അപ്പോൾ ആ മിസൈൽ നോക്കിയിട്ട് ഞങ്ങൾ വരുക. അപ്പം ഞാനാണ് വണ്ടി ഓടിക്കുന്നത്, വണ്ടിക്ക് ഹീറ്ററുണ്ട്. അപ്പം ഞാൻ ഒരു സാധാരണ ഒരു കോമ്പാറ്റ് ഡ്രസ്സും ജാക്കറ്റും ഒന്നുമില്ല, എൻ്റെ ഹാറ്റും എൻ്റെ കണ്ണാടിയും, പുറകിലുള്ളതൊക്കെ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. CO ആകുമ്പം അതിൻ്റേതായ ഒരു ചൂടുണ്ടല്ലോ, അതായിരിക്കാം. പിന്നെ വണ്ടിക്ക് ചൂടുമുണ്ട്. അപ്പോൾ ഞാൻ ഓടിച്ച് കാർഗിലിൽ നിന്ന് കയറുന്ന, കാർഗിൽ കഴിഞ്ഞ് മുൽബേക്കായി. അപ്പോൾ കാർഗിൽ ഒരു ട്രാഫിക് ചെക്ക് പോസ്റ്റ് ഉണ്ട് ആർമിയുടെ. എന്നോട് പറഞ്ഞു, സർ ബ്ലിസഡ് വാർണിംഗ് ഉണ്ട്, ആർമി വണ്ടിയൊന്നും വിടുന്നില്ല ഇപ്പം. അപ്പം ഞാൻ ചോദിച്ചു, സുഹൃത്തെ കമാൻഡിങ് ഓഫീസറിൻ്റെ വണ്ടിക്കും സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങിയോ? ഇല്ലല്ലേ സർ, കമാൻഡിങ് ഓഫീസർ പോകാം, നോ പ്രോബ്ലം സർ, സാറാണ് ഡിസൈഡ് ചെയ്യുന്നത്, സാറിന് വേണമെങ്കിൽ പോകാം. ഈ ബ്ലിസഡ് വാർണിംഗ് എന്ന് പറയുമ്പം ഭയങ്കരമായ സ്പീഡുള്ള കാറ്റാണ്,
ഭയങ്കര കാറ്റാണ്. അന്നേരം അതിനകത്ത് ഇങ്ങനെ ഐസ് ഇങ്ങനെ ഈ പഞ്ഞി പോലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മണ്ണടിച്ച് വരുന്നതിനെ ഓർത്ത് നോക്കി, ഇവിടെയൊക്കെ കരിയില വലിയ കൊടുങ്കാറ്റ് വരുമ്പോൾ കരിയില പറക്കുന്ന അതുപോലാണ് ഈ ഐസ് വരുന്നത്. അത് എവിടെ വന്ന് വീഴുന്ന അവിടെ വീഴും. പിന്നെ ഇങ്ങനെ മിനിറ്റുകൾ കൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത്. അപ്പം സാധാരണ വണ്ടിക്കൊന്നും അലൗഡല്ല പോകാൻ. അപ്പം CEO ആയപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല, നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഈഗോ അല്ലെങ്കിൽ അഹംഭാവം എന്ന് കൂട്ടിക്കോളൂ, ഞാൻ നത്തിങ്, നോ പ്രോബ്ലം, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വണ്ടിക്ക് ചെയിൻ ഇടും. ഈ IC പോകുമ്പം വണ്ടിക്ക് ടയറിലൊരു ചെയിൻ ഇടും. ഞങ്ങളതിന് നോൺ സ്കിഡ് ചെയിൻ എന്ന് പറയും. കാരണം ഈ ഐസിൻ്റെ മേലിൽ ടയർ ചൂടാകുമ്പം പിന്നെ അതിന് ഗ്രിപ്പ് കിട്ടത്തില്ല, വണ്ടി തെന്നാൻ തുടങ്ങും. തെന്നിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് തോന്നുന്ന പോലെ നമ്മൾ പിടിക്കുന്ന പോലെയല്ല വണ്ടി പോകുന്നത്. നമ്മുടെ സ്പീഡും നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെയും വെച്ചിട്ട് വണ്ടി ഓപ്പോസിറ്റ് പോകാം, നേരെ പോകാം, അത് ഇഷ്ടമുള്ളിടത്ത് പോകും. അതിൻ്റെ വെയിറ്റ് എങ്ങനെ, അതൊക്കെ ഭയങ്കര ഒത്തിരി സയൻസ് ഉള്ളതാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കാർഗിലിൻ്റെ TCP കഴിഞ്ഞു. മുൾബേക്ക് എന്നൊരു ഫേമസ് ഒരു അമ്പലം, ഈ ബുദ്ധിസ്റ്റ് അമ്പലമുണ്ട്, അതിൻ്റെ മുമ്പിൽ കൂടെ ഇറങ്ങി ഞങ്ങൾ നാമിക്കില എന്ന് പറഞ്ഞ പാസിൻ്റെ മുമ്പിൽ വന്നു, കേരളയിൽ. അപ്പം അവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അവിടുത്തെ ലോക്കൽസിനോട്, അവർ സാർ ബ്ലിസേർഡ് ആണെന്ന് പറഞ്ഞു. പോകണോ എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ഈ ഒന്നാമത് ആർമി കേണൽ 4 പേരിയ്ക്കുന്നു. ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് നമുക്കൊരു ഒന്നും പ്രശ്നമില്ല. ഞാൻ വണ്ടി കയറി, എല്ലാവരും ഇരുന്നു, ചായ കുടിച്ചിട്ട് എല്ലാവരും ഞങ്ങൾ കയറി അങ്ങോട്ട്. അപ്പം ഈ മൗണ്ടൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു സൈഡിൽ മലയാണെങ്കിൽ മറ്റേ സൈഡ് വലിയ നോക്കത്താത്ത ദൂരത്തെ കുഴിയാണ്. ഇവിടുന്ന് കാറ്റ്, പക്ഷേ വണ്ടി തിരിയുമ്പം ഇവിടുന്ന് കാറ്റ് വരും. മൗണ്ടൻ്റെ അവിടുന്ന് കാറ്റില്ലെങ്കിലും അതിൻ്റെ ആ സൈഡ് തിരിയുമ്പോഴത്തേക്ക് അപ്പുറത്ത് നല്ല കാറ്റാണ്. ഞാൻ വണ്ടി എടുത്ത് മുമ്പോട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് ഒരു തുറസായ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് ബ്ലിസഡിൻ്റെ സ്പീഡ് അന്നേരമാണ് അറിയുന്നത്. വണ്ടി എൻ്റെ സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എൻ്റെ സർ വെഹിക്കിൾ ഈസ് സ്കിഡിങ്. ഞാൻ പറഞ്ഞു ജമ്പ്. ഒന്നും ചെയ്യാനില്ല. അപ്പം അവൻ ചാടി, പുറയുന്ന ഉള്ളവർ ചാടി. ഇപ്പം എനിക്ക് ചാടാനൊക്കത്തില്ല, കാരണം ഇവിടെ വലിയ കുഴിയാണ്. അപ്പോൾ ഇവർ ചെയ്തൊരു സംഭവം, അവർ ഈ വണ്ടിയുടെ ഡോർ അങ്ങ് പിടിച്ചു. വണ്ടി ഇങ്ങനെ സ്കിഡ് ചെയ്ത് മറിഞ്ഞു. അപ്പം ഞാൻ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഡോറ് പിടിച്ചു വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ വീഴ്ച എന്തോ പെട്ടെന്ന് നിന്നു. അപ്പോഴത്തേക്ക് അവർ എന്നെ എടുക്കാൻ നോക്കി. അപ്പം ഐസിങ്ങനെ വീണുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ ഓർഡറിലേക്ക് അവന് സങ്കടം വന്നിട്ട് അവൻ കരയാൻ തുടങ്ങി. ഞാൻ നീ കരയാതെ നീ എൻ്റെ ഐസ് എടുക്കുക. അപ്പോഴത്തേക്ക് വണ്ടിക്കകത്തല്ല ഐസ് അറിയുക. അപ്പോൾ അവരിങ്ങനെ അവരെ ജാക്കറ്റ് മേളിലിട്ടിട്ട് ഈ ഐസ് എടുത്തിട്ട്, അപ്പോഴത്തേക്ക് 10-12 മിനിറ്റ് ആയെന്ന് ഓർത്തോണം. കാലൊക്കെ തണുക്കാൻ തുടങ്ങി, ദേഹമൊക്കെ തണുക്കാൻ തുടങ്ങി. എന്നെ അവർ എങ്ങനെയൊക്കെയോ വലിച്ച് പുറത്തെടുത്ത് ഞങ്ങൾ വണ്ടിക്കകത്തൂടെ കയറെടുത്ത് വണ്ടി എവിടേക്കോ ഞങ്ങൾ കെട്ടിവെച്ചു. ഞങ്ങൾ പതുക്കെ താഴോട്ട് നടന്നു വന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ബ്ലിസേർഡ് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോയി. വണ്ടി ഞങ്ങൾ എങ്ങനെയൊക്കെയോ 5-6 പേര് കൂടി ജിപ്സിയാണ്, വലിയ പ്രശ്നമില്ല, ഞങ്ങൾ വലിച്ച് പൊക്കി നേരെയാക്കി. അപ്പോഴത്തെ വേറൊരു വണ്ടി വന്നു, ഒരു റിക്കവറി വണ്ടി വന്നു. അതിൻ്റെയും കൂടെ സഹായത്തോടെ ഞങ്ങൾ വണ്ടി തിരിച്ച് റോഡിലാക്കി. അപ്പോൾ എടുത്ത് വന്നപ്പോൾ വണ്ടി തിരിഞ്ഞു. ഇങ്ങോട്ടായിരുന്നു പോകേണ്ടത്, വണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ ഞങ്ങൾ താഴെ വന്നു. അപ്പോൾ അവിടെ എല്ലാം റോഡ് ബ്ലോക്കാണെന്ന് അറിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വന്ന് ഈ ബോർഡർ റോഡ്സിൻ്റെ ഒരു കൊച്ചൊരു സ്ഥലമുണ്ട്, അവിടെ വന്നു. ഞങ്ങൾക്ക് ഒരു കൊച്ചു സ്ഥലം തന്നു. അന്ന് രാത്രി ഞാൻ കിടന്നതും എൻ്റെ സഹായിക്കുന്ന എൻ്റെ ഓർഡർലിയുടെ സ്ലീപ്പിംഗ് ബാഗിൽ ഞാനും ആ ഓർഡർലിയും കൂടെയാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഈ പറഞ്ഞത്, പക്ഷെ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് എല്ലാം ശരിയായി. ഞങ്ങൾ വണ്ടി എടുത്ത് വന്നു. ഈ നമ്മൾ ലേയിലോട്ട് പോകുമ്പം പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, ഡോണ്ട് ബി എ ഗാമ ഇൻ ദ ലാൻഡ് ഓഫ് ലാമ. അതായത് ലാമയുടെ നാട്ടിൽ ഗാമയാകാൻ ശ്രമിക്കരുത്. അതൊരു പാഠം പഠിച്ചത് അന്നാണ്. ഒരു ക്യാപ്റ്റനോ മേജറോ പുറകെ കാണും നമ്മളെ ട്രെയിൻ ചെയ്യുന്ന ആൾ. എവിടെയെങ്കിലും തെറ്റ് പറ്റിയാൽ അദ്ദേഹം നിർത്തിച്ചിട്ട് നമുക്ക് പണിഷ്മെൻറ്റ് തരും. പണിഷ്മെൻറ്റ് സാധാരണഗതിയിൽ ഒരു കല്ലാണ്. അത് പറയും, അതിന് പപ്ലു എന്നാണ് പറയുന്നത്, തന്നെ പപ്ലു ലാവോ എന്ന് പറയും. അപ്പോൾ ഒരു കല്ലെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ
അയാൾ ആ കല്ലിൻ്റെ മേളിൽ ഒപ്പിടും. ഈ ഭാരമെല്ലാം ഉണ്ട്. ഈ കല്ലും കൂടെ പിടിച്ച് നമ്മളിങ്ങനെ നടക്കണം. അടുത്ത പോയിൻ്റ് കഴിയുമ്പം അദ്ദേഹത്തിന് കനിവ് തോന്നിയാൽ പപ്പിളി ഇടാൻ പറയും, ഇല്ലെങ്കിൽ അയാൾ ഇടാൻ പറയുന്നവരെ കൊണ്ട് നടക്കണം.